Hi students, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിസ്കഷനാണ് ആരംഭിച്ചത്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അതിൻ്റെ ആ ടാക്സ് ലയബിലിറ്റി എപ്പോഴാണ് ഡ്യൂ ആകുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സും ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ പ്രൊവിഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് സെക്ഷൻ 12 ഓഫ് ദി CGST ആക്ട് 2017 ആണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇൻ ടുഡേയ്സ് സെഷൻ we shall discuss about the time of supply of services. Even though the act is same regarding the time of supply of both goods and services, the provisions are different. Section 13 of the CGST Act 2017 deals with the time of supply of services. സർവീസസിനെ സംബന്ധിച്ചുള്ള ടൈം ഓഫ് സപ്ലൈയുടെ ഡീലിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻസും ഡിറ്റർമിനേഷനും എല്ലാം സെക്ഷൻ 13 ഇലാബറേറ്റ് ചെയ്തിരിക്കുന്നത്. Then time of supply of services can also be classified into 3 different categories. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്താ 3 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. അതിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എന്താ, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് ഫോർവേഡ് ചാർജസ്, ദെൻ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആയിരിക്കുന്നു. മൂന്നാമത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അതർ പ്രൊവിഷൻസ്. ഇൻ ദി സെയിം വേ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഓൾസോ we can divide into 3 categories. The first one is time of supply for services, forward charge. Second one, time of supply of services, reverse charge. Third one, time of supply for services, other provisions. The other provisions are miscellaneous provisions. അവിടെയാണ് നമ്മളെന്താ വൗച്ചേഴ്സും അതുപോലെ അഡീഷണൽ പേയ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഡീലിങ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഡിറ്റർമിനേഷൻ വരുന്നത്. പിന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസസ് ഫോർവേഡ് ചാർജസ്. ഫോർവേഡ് ചാർജസിൻ്റെ കേസിൽ എന്താണ്, സപ്ലയർ റെസിപ്പിയൻറ്റിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് ടാക്സ് അതോറിറ്റിയുടെ അടുത്ത് റെമിറ്റ് ചെയ്യുന്നു. ഫോർവേഡ് ചാർജസിൻ്റെ പ്രത്യേകത സപ്ലയർ ആണ്, സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് കളക്ട് ദി ടാക്സ് ഫ്രം ദി റെസിപ്പിയൻറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് റെമിറ്റ് ദി സെയിം ടു ദി ടാക്സ് അതോറിറ്റി. In case of reverse charge mechanism, the recipient himself pays tax to the tax authority. ഇവിടെ റെസിപ്പിയൻ്റ് ആണ് ടാക്സ് പേ ചെയ്യുന്നത്, സപ്ലയറുടെ അടുത്തേക്കല്ല, നേരിട്ട് റെസിപ്പിയൻ്റ് ആ ടാക്സ് അതോറിറ്റിയുടെ അടുത്ത് പേയ്മെൻറ്റ് നടത്തുക ചെയ്യുന്നത്. ഇനി മറ്റ് പ്രൊവിഷൻസ് വന്നു കഴിയുമ്പോൾ എന്താണ്, അതർ പ്രൊവിഷൻസിൽ നമ്മൾ അതിൻ്റെ വൗച്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ അഡീഷണൽ ചാർജസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്. ഇതെല്ലാം ഇതിൻ്റെ ആക്ട് സെയിം ആണ്, പ്രൊവിഷൻസ് ആർ ഓൾസോ മോർ ഓർ ലെസ് സെയിം. സ്ലൈറ്റ് ഡിഫറൻസേ വരുന്നുള്ളൂ. ടൈം ഓഫ് സപ്ലൈ റിഗാർഡിംഗ് ദി സപ്ലൈ ഓഫ് ഗുഡ്സും ടൈം ഓഫ് സപ്ലൈ റിഗാർഡിംഗ് ദി സപ്ലൈ ഓഫ് സർവീസസും. സോ ഫസ്റ്റ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദി ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസസ് ഫോർവേഡ് ചാർജസ്. ഫോർവേഡ് ചാർജസ് എന്താ, the tax is collected by the supplier and remit to the tax authority by the supplier. Forward charge in the case tax supplier recipient of service il ninnum collect ചെയ്തിട്ട് tax authority ക്ക് remit ചെയ്യും. Then the section 13 subsection 1 refers to the liability to pay tax on services shall arise at the time of supply. എപ്പോഴാണ് ഈ ടാക്സ് പേ ചെയ്യാൻ ലയബിലിറ്റി ഉണ്ടാകുന്ന എപ്പോഴാണ്, അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ. അത് ഗുഡ്സിൻ്റെ കാര്യത്തിലും അതാണ്, ടൈം ഓഫ് സപ്ലൈ ആണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഡ്യൂ ആകുന്നത്. ദെൻ സെക്ഷൻ 13 സബ്സെക്ഷൻ 1 ആണ് ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നത്. ദെൻ ദി സെക്ഷൻ 13 സബ്സെക്ഷൻ 2 സ്പെസിഫൈസ് ദാറ്റ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഷാൽ ബി ദി ഏർലിയസ്റ്റ്. ഇപ്പം സെക്ഷൻ 13 പറഞ്ഞിരിക്കുന്ന ലയബിലിറ്റി ടു പേ ടാക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. സെക്ഷൻ 13 സബ്സെക്ഷൻ 2 പറയുന്നത് എന്താണ്, സ്പെസിഫൈസ് ദാറ്റ്
The time of supply of services shall be the earliest of the following days. Earliest of the following days. Section 13 subsection 2 പ്രകാരം earliest of the following days shall be considered as the time of supply. എന്തൊക്കെയാണ് ഡേയ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. രണ്ടാമത്, ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ്. ദെൻ ഇഫ് ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ് വിതിൻ 30 days, ഇഫ് ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ് വിതിൻ 30 days ഓഫ് ദി പ്രൊവിഷൻ ഓഫ് സച്ച് സർവീസ്. അങ്ങനെയാ സർവീസ് പ്രൊവൈഡ് ചെയ്ത് 30 ദിവസത്തിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ദിവസം. മൂന്നാമത്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. ഇനി ഈ പേയ്മെന്റ് ഡേറ്റ് എന്നാണ്. ഇതിൽ ആദ്യം ഏതാണോ ഏർലിയസ്റ്റ് ഓഫ് ദീസ് 3 days, ഇതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. ദെൻ ഇതെന്താ, ഇൻ കേസ് ഓഫ് ഫോർവേഡ് ചാർജസ് ആണ്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മിസ്റ്റർ എ പ്രൊവൈഡ് സർവീസസ് വർത്ത് 20,000 ടു മിസ്റ്റർ ബി ഓൺ 1st January. ഇവിടെ എന്താ, എ 20,000 രൂപ വർത്തുള്ള സർവീസസ് ബിക്ക് 1st January പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് എന്താണ്, 1st January ആണ്. ജനുവരി 1-ാം തീയതി ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, ദി ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഓൺ 20th January. ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് 1st January ആണ്. ഈ ഇങ്ങനെ 1st January പ്രൊവൈഡ് ചെയ്ത സർവീസിന് 20th January എന്താണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് നോക്കും. ആൻഡ് ദി പേയ്മെന്റ് ഫോർ ദി സെയിം വാസ് റിസീവ്ഡ് ഓൺ 1st February. മൂന്നാമത് എന്താ, ഇതിന്റെ പേയ്മെന്റ് കിട്ടിയിരിക്കുന്ന 1st February. ഈ കേസിൽ, ഇൻ ദിസ് കേസ്, വി നീഡ് ടു ചെക്ക് വെദർ ദി ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് വിതിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം. ഇപ്പൊ ഇൻവോയ്സ് പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ ആ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ കഴിഞ്ഞിട്ട്, ഡേറ്റ് ഓഫ് പ്രൊവിഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അങ്ങനെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് നമ്മൾ കണക്കിലെടുക്കും. ദി പ്രിസ്ക്രൈബ്ഡ് ടൈം ഈസ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് സപ്ലൈ, ദാറ്റ് ഈസ് 31st January. ഇവിടെ എന്താ, 1st January പ്രൊവിഷൻ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഇനി ഈ 30 ദിവസത്തിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് നമ്മൾ കണക്കിലെടുക്കും. സോ ദി ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഓൺ 20th January. ജനുവരി 20-ാം തീയതി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു. ദിസ് മീൻസ് ദാറ്റ് ദി ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് വിതിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. ടൈം ലിമിറ്റ് എന്താ പറയുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഡേറ്റ് കണക്കാക്കണം. Thereby the time of supply of service will be 20th January. 20th January as the date of issue of invoices, which is 20th January, happen to be earlier than the date of payment. Earlier than the date of payment, which falls on 1st February. Date of payment നടന്നിരിക്കുന്നത് എന്താണ്, 1st February. അതിന് മുമ്പാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്നായിരിക്കും. ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റായ 20th January. കാരണം എന്താ, അത് പ്രൊവിഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനകം, സർവീസിന്റെ പ്രൊവിഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനകം ഇവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന കേസിൽ ഏർലിയർ ഡേറ്റ് ആണ് കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് 20th February കണക്കാക്കുന്നത്. അപ്പം നമ്മളെന്താ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നമ്മൾ നോക്കണം. ദെൻ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ഇഫ് ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂ. ഇവിടെ ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ലായിരുന്നു എങ്കിൽ, ഇൻവോയ്സ് എന്താണ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല, ജനുവരി 20-ാം തീയതി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്, ഇഫ് ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂ വിതിൻ 30 days. അപ്പം അവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഡേറ്റും കൂടെ കണക്കിലെടുക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്താ 20th January ഡേറ്റ് ഓഫ് സപ്ലൈ സർവീസ് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്, ദി ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജ്.
റിവേഴ്സ് ചാർജ് പ്രകാരമാണെങ്കിൽ, റിവേഴ്സ് ചാർജ് എന്താ? റെസിപ്പിയന്റ് ഓഫ് ദി സർവീസ് പേസ് ദി ടാക്സ് ഡയറക്ട്ലി ടു ദി ടാക്സ് അതോറിറ്റി. സർവീസ് റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റ് ടാക്സ് നേരിട്ട് തന്നെ ടാക്സ് അതോറിറ്റിക്ക് റെമിറ്റ് ചെയ്യുന്നു. അതാണ് റിവേഴ്സ് ചാർജ്. ഇനി ഇങ്ങനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്ന കേസിൽ ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 ഡേറ്റേ പറഞ്ഞിട്ടുള്ളൂ. ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്. ഇപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്ന സാഹചര്യങ്ങളിൽ 2 ഡേറ്റ്സ് ആണ് കണക്കിലെടുക്കുന്നത്. ഒന്ന്, ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്. 2, വിതിൻ 60 days ഫ്രം ദി ഇഷ്യൂ ഓഫ് ദി ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. വിതിൻ 60 days. നമ്മളെന്താ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ 30 days ആണ് പറഞ്ഞിരിക്കുന്നത്. 30 daysനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്. ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസം വന്നപ്പോഴേക്കും എന്താ? വിതിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ ഓർ സർവീസ് പ്രൊവൈഡർ. ഇനി പേയ്മെന്റ് കിട്ടുന്നില്ല, ഈ 60 ദിവസത്തിനകം പേയ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ 60 ദിവസത്തിനകം ഈ പറയുന്ന ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ് ബൈ ദി സപ്ലയർ, സർവീസ് പ്രൊവൈഡർ. സർവീസ് സപ്ലയറോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ് ചെയ്തു 60 ദിവസം. ഈ 60 ദിവസത്തിനകം നമ്മൾ ആ 60th ഡേ ആയിരിക്കും കണക്കാക്കുന്നത്. ഇവിടെ 2 ഡേറ്റ്സേ പറഞ്ഞിട്ടുള്ളൂ. ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡേയ്സ്. ഇനി പേയ്മെന്റ് കിട്ടുന്നതാണ് ആദ്യത്തെ ദിവസമെങ്കിൽ ആ ദിവസം ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇനി അതല്ല എങ്കിൽ പേയ്മെന്റ് കിട്ടുന്നില്ല, വിതിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 60ാമത്തെ ദിവസം. ഇതിനുള്ളിൽ പേയ്മെന്റ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ 60ാമത്തെ ദിവസം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മെസ്സേഴ്സ് XYZ പ്രൈവറ്റ് ലിമിറ്റഡ് undertook സർവീസ് ഓഫ് മിസ്റ്റർ A worth ₹50,000 on 15th January. ഇപ്പോൾ മെസ്സേഴ്സ് XYZ undertook സർവീസസ് ഓഫ് മിസ്റ്റർ A. മിസ്റ്റർ എയുടെ സർവീസ് എന്നാ ഏറ്റെടുക്കുന്നത്? 50,000 രൂപ വാല്യൂ വരുന്ന സർവീസസ് XYZ പ്രൈവറ്റ് ലിമിറ്റഡ് 15th Januaryക്ക് ഏറ്റെടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് എന്താണ്? 15th January. രണ്ടാമത്, ദി ഇൻവോയ്സ് വാസ് റൈസ്ഡ് ഓൺ 1st February. ഇൻവോയ്സ് റൈസ് ചെയ്യുന്നു 1st Februaryക്കാണ്. ഇൻവോയ്സ് നമുക്ക് എന്താ 1st Februaryക്ക് റൈസ് ചെയ്തു. ഇവിടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ് 1st February. അപ്പം നമ്മൾ രണ്ടാമത്തെ കേസിൽ എന്താ? വിതിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അപ്പം ഡേറ്റ് ഓഫ് പേയ്മെന്റ് നേരത്തെ നടന്നിട്ടില്ല എങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 60ാമത്തെ ദിവസം വിതിൻ 6 days എന്തായിട്ട് കണക്കാക്കും? ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും. ഇൻ കേസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് ആപ്ലിക്കബിൾ ആകുന്നതെങ്കിൽ. സോ ദി ഇൻവോയ്സ് വാസ് റൈസ്ഡ് ഓൺ 1st February. Then Messrs ABC Private Limited made the payment on 1st May. ഇതിന്റെ പേയ്മെന്റ് കിട്ടിയിരിക്കുന്നത് എന്താ? 1st Mayക്കാണ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1st Februaryക്കാണ്. നമ്മൾ ആ 1st February കഴിഞ്ഞ് 60 ദിവസം നോക്കിക്കഴിഞ്ഞാൽ 2nd April ഇതിൻ്റെ എന്തായിട്ട് വരും? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരും. കാരണം 60 ദിവസം കഴിയുന്നു. ഫെബ്രുവരിയിലെ 28 ദിവസവും മാർച്ചിലെ 31 ദിവസവും കൂട്ടി 59 ദിവസം. നമുക്കപ്പോൾ April 1st, April 2nd. April 2nd ആയിരിക്കും ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. So in this case, 2nd April, that is 60 days from the date of invoice. 1st February ആണ് ഇൻവോയ്സ് ഡേറ്റ്. അതിനുശേഷം 60 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഇവിടെ ഇയർലിയർ ആയിട്ട് വരുന്ന എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 1st February കഴിഞ്ഞ് 60 ദിവസം വരുന്ന April 2nd ആണ് ആദ്യം നടക്കുന്നത്. പേയ്മെന്റ് കിട്ടുന്നത് എന്നാണ്? പേയ്മെന്റ് കിട്ടുന്ന 1st Mayക്കാണ്. പേയ്മെന്റ് കിട്ടുന്ന 1st Mayക്ക് ആയതുകൊണ്ട് ഇൻവോയ്സിന്റെ ഇഷ്യൂ കഴിഞ്ഞ് 60 ദിവസം നമ്മൾ നോക്കിയപ്പോൾ എന്താ? 2nd April വന്നു. അപ്പോൾ 2nd April നമ്മൾ ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇനി ഇവിടെ ഒരു മാർച്ച് 30th പേയ്മെന്റ് റിസീവ് ചെയ്തിരുന്നു എങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുന്ന മാർച്ച് 30th ആകുമായിരുന്നു.
ഇവിടെ പേയ്മെൻറ്റ് കിട്ടുന്നത് എന്താ, ഫസ്റ്റ് മെയിലാണ്. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് ഏതാണ്, അവിടെ ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 60 ദിവസം കഴിയുമ്പോഴുള്ള ഡേറ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ April 2 ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആവുന്ന കേസ്. ഇനി മൂന്നാമത്തെ എന്താ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് അതേഴ്സ് മിസ്ലേനിയസ് പ്രൊവിഷൻസ് ആണ്. നമ്മൾ ആ ഗുഡ്സിന്റെ കാര്യത്തിലുള്ള മിസ്ലേനിയസ് പ്രൊവിഷൻസ്. അപ്പോൾ ഗുഡ്സിന്റെ കാര്യത്തിൽ എന്താ നമ്മൾ മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്ത് ഇഷ്യൂ ഓഫ് വൗച്ചേഴ്സും ദെൻ അഡീഷണൽ ചാർജസുമാണ്, അല്ലെങ്കിൽ റെസിഡ്യൂറൽ ക്ലോസിന്റെ കീഴിൽ വരുന്നത് അഡീഷണൽ ചാർജസുമാണ്. ഇവിടെയും അതുപോലെ തന്നെ ദി മിസ്ലേനിയസ് പ്രൊവിഷൻസ് കവർ ദി ടൈം ഓഫ് സപ്ലൈ ഫോർ വൗച്ചേഴ്സ് ആൻഡ് അതർ റെസിഡ്യൂവൽ ക്ലോസസ് സെയിം ആസ് ഇൻ ദി കേസ് ഓഫ് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്. ദെൻ സപ്ലൈ വൗച്ചേഴ്സ്, ഇനി വൗച്ചേഴ്സ് സപ്ലൈ ആണെങ്കിൽ ഇൻ കേസ് ഓഫ് സപ്ലൈ വൗച്ചേഴ്സ് ബൈ എ സപ്ലയർ, ഇവിടെ എന്തിനു വേണ്ട, സപ്ലൈ ഓഫ് വൗച്ചേഴ്സ് ഫോർ സർവീസസ് by a supplier, the time of supply shall be determined as first one, date of issue of voucher in case of specific or single purpose service vouchers. ഏതെങ്കിലും ഒരു പ്രത്യേക സർവീസിന് വേണ്ടി അല്ലെങ്കിൽ ഒരൊറ്റ സിംഗിൾ പർപ്പസിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന വൗച്ചേഴ്സ് ആണ് എങ്കിൽ ആ വൗച്ചേഴ്സ് ഡേറ്റ് ഓഫ് ഇഷ്യൂ അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചറായിട്ട് കണക്കാക്കുന്നത്. ഇനി മറ്റെല്ലാ വിധത്തിലുമുള്ള വൗച്ചേഴ്സ് ആണ് എങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ഇഷ്യൂ അല്ല പ്രാധാന്യം, ഇത് എന്നാണോ ഈ വൗച്ചർ കൊണ്ടുപോയി സറണ്ടർ ചെയ്തിട്ട് സർവീസ് പകരമായിട്ട് സ്വീകരിക്കുന്നത്, അവിടെ എന്താ റിഡംഷൻ, റേറ്റ് ഓഫ് റിഡംഷൻ ഇഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ഈസ് നോട്ട് നൗ. അപ്പം അതിൻ്റെ എന്താ ഇഷ്യൂ ഓഫ് വൗച്ചർ, അതിൻ്റെ പർപ്പസ് ഇപ്പോൾ വരുന്നില്ല. ജനറൽ പർപ്പസിനാണ് കൊടുത്തിരിക്കുന്നത്, ഏത് കാര്യത്തിന് വേണമെങ്കിലും ഈ വൗച്ചർ ഉപയോഗിക്കാമെങ്കിൽ ഈ വൗച്ചറുമായിട്ട് വൗച്ചർ കിട്ടുന്നയാൾ സപ്ലയറെ സമീപിച്ച് അതിൻ്റെ ആ സേവനം റിസീവ് ചെയ്യുന്ന ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇതാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് വൗച്ചേഴ്സ് ഫോർ സർവീസസ്. ദെൻ ദി സെക്കൻഡ് വൺ, റെസ്റ്റുറി ക്ലോസ്, മിസ്ലേനിയസ് പ്രൊവിഷൻ വരുന്നതാണ്. ഇൻ കേസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ അണ്ടർ ദി അഫോർസഡ് പ്രൊവിഷൻസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊവിഷൻസിന്റെ കീഴിലൊന്നും ടൈം ഓഫ് സപ്ലൈ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ദി ടൈം ഓഫ് സപ്ലൈ ഈസ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ. ഇപ്പം മറ്റ് പ്രൊവിഷൻസ് ഒന്നും അനുസരിച്ച് നമുക്ക് ടൈം ഓഫ് സപ്ലൈ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് പ്രൊവൈഡഡ് എന്താണ്, വേർ പീരിയോഡിക്കൽ റിട്ടേൺ ഹാസ് ടു ബി ഫയൽഡ്. പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സപ്ലയർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, രജിസ്റ്റേർഡ് സപ്ലയർ ആണെങ്കിൽ ഹി ഹാസ് ടു ഫയൽ റിട്ടേൺസ് പീരിയോഡിക്കലി. 3 മാസം കൂടുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ എന്താണ് ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആയിരിക്കും ഡേറ്റ് ഓഫ് സപ്ലൈ സർവീസ് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഇൻ ഓൾ അതർ കേസസ്. പീരിയോഡിക്കൽ റിട്ടേൺ ഫയലിംഗ് ആവശ്യമില്ലാത്ത കേസാണെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഇൻ ഓൾ അതർ കേസസ്. അപ്പം മറ്റെല്ലാ കേസുകളിലും ടാക്സിന്റെ പേയ്മെന്റ് ഡേറ്റ് ആയിരിക്കും ഡേറ്റ് ഓഫ് സപ്ലൈ ഫോർ സർവീസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ അഡീഷണൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ എന്താണ്, ഇൻ കേസ് ഓഫ് അഡീഷണൽ പേയ്മെന്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ്, നമ്മൾ ആ ഗുഡ്സിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ്, ഡേറ്റ് ഫീ, പെനാലിറ്റി, ഡിലേഡ്, ദെൻ ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് എനി കൺസിഡറേഷൻ, ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ഡേറ്റ് ഓൺ വിച്ച് ദി സർവീസ് സപ്ലൈ റിസീവ് സച്ച് അഡീഷൻ ഇൻ വാല്യൂ ആസ് ഇൻ കേസ് ഓഫ് ഗുഡ്സ്. ഇവിടെ എന്താ ആ അഡീഷണൽ വാല്യൂ സപ്ലൈ റിസീവ് ചെയ്യുന്ന ദിവസം ഗുഡ്സിന്റെ കേസ് പോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഫൈനോ പെനാലിറ്റിയോ സപ്ലയർ എന്നാണോ റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ആ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഇൻ കേസ് ഓഫ് ഫോർവേഡ് ചാർജസ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം, ദെൻ 3 മിസ്ലേനിയസ് പ്രൊവിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ ആ
സെക്ഷൻ 13 ഡിസ്കസ് ചെയ്തെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്നാമത് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ എന്താ? ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നമ്മൾ ആദ്യമേ എന്താ? സപ്ലൈ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് സെക്ഷൻ 12 പറഞ്ഞിട്ടുണ്ട്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് സെക്ഷൻ 13 പറയുന്നുണ്ട്. ദെൻ ചേഞ്ച് ഇൻ റേറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സെക്ഷൻ 14. സെക്ഷൻ 14 ഓഫ് ദി CGST ആക്ട് 2017 ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇവിടെ എന്താ? നമ്മൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് റേറ്റിൽ ചേഞ്ച് സംഭവിക്കുന്നു. സാധാരണ ഇത് രണ്ട് സിറ്റുവേഷനാണ് ഉണ്ടാകാറ്. ദി ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? ദി ഫസ്റ്റ് സിറ്റുവേഷൻ വെൻ ഗുഡ്സ് ഓർ സർവീസ് ഹാസ് ബീൻ സപ്ലൈഡ്. ആദ്യത്തെ സാഹചര്യം ദി ഗുഡ്സ് ഓർ സർവീസ് ഹാസ് ബീൻ സപ്ലൈഡ് ബിഫോർ ദി ചേഞ്ച് ഇൻ ടാക്സ്, ബിഫോർ ദി ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്. ഇവിടെ എന്താണ്? ദി ഗുഡ്സ് ഓർ സർവീസ് ഹാസ് ബീൻ സപ്ലൈഡ്. ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടക്കുന്നത് ടാക്സ് റേറ്റ് ചേഞ്ച് ആകുന്നതിന് മുമ്പാണ്. ഇപ്പോൾ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്തു, അതിനുശേഷമാണ് ടാക്സ് റേറ്റ് ചേഞ്ച് ആകുന്നത്. ഈ ടാക്സ് റേറ്റ് ചേഞ്ച് ആയതിനു ശേഷമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതും. ഇതാണ് ആദ്യത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവിടെ അതിൻ്റെ പ്രൊവിഷൻസ് എന്തായിരിക്കും? ദെൻ ആൻഡ് ഹെൻസ് ദി ടാക്സസ് ചേഞ്ചസ് സബ്സിക്വൻ്റ്ലി. ടാക്സ് റേറ്റ് മാറി, ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പ്രൊവിഷൻ കഴിഞ്ഞ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ടാക്സ് റേറ്റ് മാറുന്നു. ബട്ട് ബിഫോർ ദി ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഓർ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്. എന്താ? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതും ഈ റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആയതിനു ശേഷമാണ്. പക്ഷേ ടാക്സ് റേറ്റ് ചേഞ്ച് ആകുന്നതിന് മുമ്പാണ് സപ്ലൈ നടന്നിരിക്കുന്നത്. ഈ ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടാക്സ് റേറ്റ് ചേഞ്ച് ആകുന്നതിന് മുമ്പാണ്. ഇതാണ് ആദ്യത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ എപ്പോഴാണ്, അല്ലെങ്കിൽ ഇവിടെ ഏത് ഡേറ്റ് ആയിരിക്കും നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്? സോ ഇൻ ദിസ് കേസ് ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ഡിറ്റർമിൻഡ് ആസ് 1 where the invoice for the same has been issued and the payment is also received after the change in the rate of tax. എന്താ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതും ടാക്സ് റേറ്റ് ചേഞ്ച് ആയതിനു ശേഷമാണ്. ഇവിടെ സർവീസസിൻ്റെയോ ഗുഡ്സിൻ്റെയോ പ്രൊവിഷൻ നടന്നിരിക്കുന്ന ടാക്സ് റേറ്റ് ചേഞ്ച് ആയതിനു മുമ്പാണ്. ടാക്സ് റേറ്റ്, രണ്ട് ടാക്സ് റേറ്റ് വരുന്നുണ്ട്. അപ്പം ആദ്യത്തെ ടാക്സ് റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ പ്രൊവൈഡ് ചെയ്തു. ഈ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ടാക്സ് റേറ്റ് മാറി. ടാക്സ് റേറ്റ് മാറിയതിന് ശേഷമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് കിട്ടുന്നതും. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് എങ്കിൽ then the time of supply shall be the date of receipt of payment. Time of supply shall be the date of receipt of payment or the date of issue of invoice. രണ്ട് കാര്യങ്ങളാണ്. Date of receipt of payment or date of issue of invoice, whichever is earlier. ഇവിടെ ഇൻവോയ്സിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റോ ഏത് ഡേറ്റ് ആണോ ആദ്യം സംഭവിക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. കാരണം ആദ്യത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ്. ഇവിടെ എന്താ? ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പ്രൊവിഷൻ നടന്ന് ടാക്സ് റേറ്റ് മാറുന്നു. ടാക്സ് റേറ്റ് മാറിക്കഴിഞ്ഞാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് കിട്ടുന്നതും. ഇങ്ങനെ വരുന്ന കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റോ പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റോ ഇതിലേത് ഡേറ്റാണ് ആദ്യം വരുന്നത്, ഏർലിയർ ഏതാണോ ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇനി വേറെ ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. നമ്മളെന്താ? ഗുഡ്സ് സപ്ലൈ ചെയ്തു, ഗുഡ്സോ സർവീസോ അതിൻ്റെ പ്രൊവിഷൻ നടന്നു, ഇൻവോയ്സും ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് prior to change in the rate of tax, but payment is received after the change in the rate of tax. ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊവിഷനും
ഇൻവോയ്സിൻ്റെ ഇഷ്യൂവും കഴിഞ്ഞു. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇത് രണ്ടും കഴിഞ്ഞു, അത് കഴിഞ്ഞ് ടാക്സ് റേറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇവിടെ ആ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് അല്ല, ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ സാഹചര്യത്തിൽ എന്താണ്? ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊവിഷൻ കഴിഞ്ഞു, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടാക്സ് റേറ്റ് മാറുന്നു. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടാക്സ് റേറ്റ് മാറുന്നു. അപ്പം നമ്മൾ ഈ സാഹചര്യത്തിൽ ആ ടാക്സ് റേറ്റ് മാറിക്കഴിഞ്ഞാൽ പേയ്മെന്റ് കിട്ടുന്നത്. നമ്മുടെ ആ പേയ്മെന്റ് കിട്ടുന്ന ഡേറ്റ് അല്ല ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇൻവോയ്സ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് വിൽ ബി കൺസിഡർഡ് ആസ് ദി ടൈം ഓഫ് സപ്ലൈ. അവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി മൂന്നാമതൊരു സിറ്റുവേഷൻ വരും, where the payment has been received. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താ? പേയ്മെന്റ് നേരത്തെ റിസീവ് ചെയ്തു. where the payment has been received before the change in rate of tax. റേറ്റ് ഓഫ് ടാക്സിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന് മുമ്പ് പേയ്മെന്റ് കിട്ടി. ഇപ്പം രണ്ട് കാര്യങ്ങൾ ആദ്യം നടക്കുന്നുണ്ട്. പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടന്നു, പേയ്മെന്റും കിട്ടി. ഇത് രണ്ടും കിട്ടിയതിന് ശേഷം പ്രൊവിഷനും കഴിഞ്ഞു, പേയ്മെന്റും കിട്ടി. പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴെന്താണ്? റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആയി. ഈ റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആയി കഴിഞ്ഞാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ സപ്ലൈ എന്തായിരിക്കും? Then where the payment has been received before the change in rate of tax, but the invoice for the same is issued after the change in rate of tax. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പ്രൊവിഷൻ നടക്കുന്നു, റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആകുന്നതിന് മുമ്പാണ്. പേയ്മെൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാണ് റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആകുന്നത്. റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആയി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് ഡേറ്റ് ആയിരിക്കും നമ്മൾ ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്? ദെൻ ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. അപ്പം ഇവിടെ എന്താ? ആ പേയ്മെന്റ് കിട്ടുന്ന ഡേറ്റ് ആയിരിക്കും കണക്കാക്കുന്നത്. ഇവിടെ ഇഷ്യൂ ഇൻവോയ്സിന്റെ ഇഷ്യൂ ഡേറ്റ് അല്ല, പേയ്മെന്റ് ഡേറ്റ് ആണ്. പേയ്മെന്റ് ഡേറ്റ് എന്താ? ടാക്സ് റേറ്റ് ചേഞ്ച് ആകുന്നതിന് മുമ്പാണ്. അവിടെ നമ്മളെന്താ ആദ്യത്തെ, അതായത് ദി ടാക്സ് റേറ്റ് ബിഫോർ ദി ചേഞ്ച് ഇൻ ടാക്സ് ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ തന്നെ രണ്ടാമതൊരു സിറ്റുവേഷൻ ഉണ്ടാകാം. ദി സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് വെൻ goods or services have been supplied after the change in rate of tax. The first situation എന്താ? The goods or service has been supplied before the change in rate of tax. ആദ്യത്തെ സിറ്റുവേഷനിൽ ഇവിടെ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ അല്ലെങ്കിൽ പ്രൊവിഷൻ നടന്നിരിക്കുന്ന ടാക്സ് റേറ്റ് മാറുന്നതിന് മുമ്പാണ്. സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് വെൻ ഗുഡ്സ് ഓർ സർവീസ് ഹാവ് ബീൻ സപ്ലൈഡ് ആഫ്റ്റർ ദി റേറ്റ് ഓഫ് ടാക്സ്, ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. അപ്പം ടാക്സ് റേറ്റ് ചേഞ്ച് ആയതിനു ശേഷമാണ് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പ്രൊവിഷൻ നടക്കുന്നത്. ദെൻ ഇൻ ദി സിറ്റുവേഷൻ ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ഡിറ്റർമിൻഡ്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയായിരിക്കും തീരുമാനിക്കുന്നത്? ദി ഫസ്റ്റ് കേസ് where the payment is received after the change in rate of tax. ഇവിടെ നമ്മളെന്താ പേയ്മെന്റ് കിട്ടുന്ന റേറ്റ് ഓഫ് ടാക്സ് മാറിയതിനു ശേഷമാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്നതും ടാക്സ് റേറ്റ് മാറിയതിനു ശേഷമാണ്. അപ്പം ടാക്സ് റേറ്റ് ചേഞ്ച് ആയതിനു ശേഷം provision of goods and services has taken place, then payment also has received. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും നടക്കുന്ന ടാക്സ് റേറ്റ് മാറിയതിനു ശേഷമാണ്. ഇവിടെ ടാക്സ് റേറ്റ് ചേഞ്ച് ആയതിനു മുമ്പ് ഒരു കാര്യം നടക്കുന്നുണ്ട്. എന്താണ്? ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ടാക്സ് റേറ്റ് മാറുന്നതിന് മുമ്പാണ്. Then but the invoice has been issued prior to the change in the rate of tax.
ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു ടാക്സ് റേറ്റ്, പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നടക്കുകയും പേയ്മെന്റ് റിസീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ചേഞ്ച് ആയി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏത് ഡേറ്റ് ആയിരിക്കും സപ്ലൈ ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ദെൻ ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. ഇവിടെ എന്താ, പേയ്മെന്റ് കിട്ടുന്ന ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ, വേർ ദി ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് ആൻഡ് പേയ്മെന്റ് ഈസ് റിസീവ്ഡ് ബിഫോർ ദി ചേഞ്ച് ഇൻ ദി റേറ്റ് ഓഫ് ടാക്സ്. രണ്ട് കാര്യങ്ങൾ നടന്നു. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, പേയ്മെന്റും കിട്ടി, ടാക്സ് റേറ്റ് ചേഞ്ച് ആകുന്നതിന് മുമ്പ്. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, പേയ്മെന്റ് കിട്ടി. ബട്ട് ദി പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാസ് ടേക്കൻ പ്ലേസ് ആഫ്റ്റർ ദി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. ടാക്സ് റേറ്റ് മാറിയതിനു ശേഷമാണ് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പ്രൊവിഷൻ നടക്കുന്നത്. അപ്പം രണ്ട് ടാക്സ് റേറ്റ് വന്നു. ടാക്സ് റേറ്റ് മാറുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നടന്നു, ഇൻവോയ്സും കൊടുത്തു, പേയ്മെന്റും കിട്ടി. പക്ഷെ ഇതിന്റെ സപ്ലൈ നടക്കുന്ന അല്ലെങ്കിൽ പ്രൊവിഷൻ നടക്കുന്നത് ടാക്സ് റേറ്റ് മാറിയതിനു ശേഷമാണ്. ഇങ്ങനെ വരുന്ന കേസിൽ ഏത് ഡേറ്റ് ആയിരിക്കും കണക്കാക്കുന്നത്? ദെൻ ഇൻ ദിസ് കേസ് ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓർ ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഈ സാഹചര്യത്തിൽ എന്താണ്, ആദ്യം പേയ്മെന്റ് ആണോ കിട്ടുന്നത് അല്ലെങ്കിൽ ആദ്യം ഇൻവോയ്സിന്റെ ഇഷ്യൂ ആണോ നടന്നിരിക്കുന്നത് നോക്കും. ഏതാണോ ആദ്യം നടന്നിരിക്കുന്നത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ എന്താണ്, രണ്ടാമത്തെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, പേയ്മെന്റും കിട്ടി. ഈ രണ്ട് സംഭവങ്ങളും നടന്നതിന് ശേഷം ടാക്സ് റേറ്റ് മാറി. ടാക്സ് റേറ്റ് മാറിയതിനു ശേഷമാണ് ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ പേയ്മെന്റ് കിട്ടിയ ഡേറ്റും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റും കണക്കാക്കും. ഇതിൽ ഏതാണോ ആദ്യം നടന്നിരിക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ മൂന്നാമത്തെ സാഹചര്യം, where the payment has been, where the invoice has been issued, invoice issue ചെയ്യുന്നു, where the invoice has been issued after the change in the rate of tax. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ടാക്സ് റേറ്റ് മാറിയതിനു ശേഷമാണ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ടാക്സ് റേറ്റ് മാറി. ബട്ട് ദി പേയ്മെന്റ് ഈസ് റിസീവ്ഡ്, പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് ബിഫോർ ദി ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് മാറുന്നതിന് മുമ്പ് പേയ്മെന്റ് കിട്ടി, പേയ്മെന്റ് ആദ്യം കിട്ടി, പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ടാക്സ് റേറ്റ് മാറി. ടാക്സ് റേറ്റ് മാറിയതിനു ശേഷമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ദി ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇവിടെ എന്താണ്, ആ ഇൻവോയ്സിന്റെ ഇഷ്യൂ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സെക്ഷൻ 12, then സെക്ഷൻ 13, സെക്ഷൻ 14 ഈ മൂന്ന് സെക്ഷൻസിന്റെ കീഴിൽ ടൈം ഓഫ് സപ്ലൈ റിഗാർഡിംഗ് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസും അതുപോലെ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സിലും ഉൾപ്പെടുത്തി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. So we shall stop our discussions. Thank you. See you again.